ആലപ്പുഴയിൽ 1 വയസ്സുകാരൻ അമ്മയുടെ ക്രൂരമർദ്ദനം. മാന്നാർ സ്വദേശിനി അനീഷയാണ് സ്വന്തം കുഞ്ഞിനെ മർദ്ദിച്ചത്. അതേസമയം കുഞ്ഞിന്റെ പിതാവ് മുജീബ് വിവാഹ തട്ടിപ്പുകാരനാണെന്ന് പോലീസ് പറയുന്നു. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. ഷാജി, അതായത് ഈ നേരത്തെ വാർത്ത പുറത്തു വന്നിരുന്നു, 1 വയസ്സുകാരന് അമ്മയുടെ മർദ്ദനം എന്ന വാർത്തയാണ് പുറത്തു വന്നിരുന്നത്. പക്ഷേ അതിൽ ഇപ്പോൾ മാറ്റമുണ്ടാകുന്നു. ഈ കുട്ടിയുടെ പിതാവ് വിവാഹ തട്ടിപ്പുകാരനാണ് എന്ന് പോലീസ് പറയുന്നു. എന്താണ് പോലീസ് പറയുന്നത്? ഇയാളെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ടോ? ഏതാണ്ട് 4ാമത്തെ വിവാഹമാണ് ഈ പെൺകുട്ടിയെ ഇയാൾക്ക് വിവാഹം കഴിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശിയാണ്. ഇതിനുശേഷം ഇദ്ദേഹം വിദേശത്തേക്ക് പോയി എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്ത്രീയും ഈ പെൺകുട്ടിയുടെ മാതാവും 3 വിവാഹം കഴിച്ചിട്ടുണ്ട്. ഈ കുട്ടിയെ ഏറ്റവും ഒടുവിൽ വിവാഹം കഴിച്ച ശേഷം കുഞ്ഞിനെ സംരക്ഷിക്കുന്നില്ല. അത്തരം ഒരു പ്രശ്നം ഉയർന്നു വന്നതോടെയാണ് ഈ കുട്ടിയെ മർദ്ദിക്കുകയും അത് വീഡിയോയിലെടുത്ത് ഇയാൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തത്. അയാൾ തന്നെയാണ് അത് പോലീസിൽ പങ്കുവച്ചതും. പോലീസ് ഈ സ്ത്രീയെ കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടായതിനു ശേഷം കസ്റ്റഡിയിലെടുക്കുകയും ഇവരെ ഇപ്പോൾ എഫ്ഐആർ ഇട്ട് അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് പോലീസ് നീങ്ങുകയാണ്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും അതോടൊപ്പം തന്നെ മറ്റ് ചില സംഘടനകളും ഒക്കെ തന്നെ ഇതിനെതിരായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. മാന്നാർ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഈ സ്ത്രീ ഉള്ളത്. ബാലാവകാശ കമ്മീഷനും കേസെടുത്ത് ഉടനടി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു ക്രൂരമായ മർദ്ദനം തന്നെയാണ് ഈ കുഞ്ഞിന് നേരെ ഉണ്ടായിരിക്കുന്നത്. അതിന് മാതാവിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം അവർ പെട്ടെന്നുണ്ടായ ഒരു വികാരത്തിൽ അങ്ങനെ ചെയ്തു പോയതാണ് എന്നാണ് ഇപ്പോൾ പോലീസിന് പറയുന്നത്. പക്ഷേ ഇത് പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല. ഇവരെ ചോദ്യം ചെയ്തു വരുന്നു. മറ്റ് ഒരു കുട്ടി കൂടി ഇവർക്ക് വീട്ടിലുണ്ട് എന്നും പറയുന്നു. ഇവരുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഈ കുഞ്ഞിനെ ഇങ്ങനെ മർദ്ദിക്കാനുണ്ടായ കാരണമെന്നാണ് പറയുന്നത്. കാര്യം ഈ കുട്ടിയുടെ പിതാവ് ഈ കുട്ടിയെ രക്ഷകർത്താവാണ് എങ്കിൽ പോലും അതിനെ സംരക്ഷിക്കുന്നതിനുള്ള യാതൊരുവിധ സഹായവും നൽകാതെ വന്ന സാഹചര്യത്തിലാണ് ഈ മാതാവ് ഈ കുഞ്ഞിനെ തല്ലേണ്ട അല്ലെങ്കിൽ മർദ്ദിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്തായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.